ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വളരെ പ്രസിദ്ധമായ ആലുവ ശിവക്ഷേത്രത്തിന് മുന്നിലാണ്. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ആയിരങ്ങളാണ് ഇവിടെ ബലിതർപ്പണത്തിന് വേണ്ടി എത്തിച്ചേരാൻ പോകുന്നത്. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിനം മലയാളികൾക്ക് ഏറെ വിശുദ്ധവും പുണ്യപൂർവവുമായ ഒന്നാണ്. മൺമറഞ്ഞുപോയ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനും അവരുടെ അനുഗ്രഹം കുടുംബത്തിന് ലഭിക്കുന്നതിനുമാണ് ബലിയിടൽ ചടങ്ങുകൾ നടത്തുന്നത്. ആലുവ മണപ്പുറവും അവിടുത്തെ കർക്കിടക വാവുബലിയും ഭാരതീയ ആത്മീയതയുടെയും കേരളീയ സംസ്കാരത്തിന്റെയും സമഗ്രമായ ഒരു നേർക്കാഴ്ചയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ ലഭിച്ച അതിശക്തമായ മഴ കാരണം ക്ഷേത്രം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളമെല്ലാം ഇറങ്ങി ചടങ്ങുകൾക്കായി ക്ഷേത്രം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമൻ രാവണനുമായുള്ള ഏറ്റുമുട്ടലിൽ ചിറങ്കറ്റു വീണ ജടായുവിന് മോക്ഷം നൽകാനായി പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തിയത് പെരിയാറിന്റെ തീരത്തുള്ള ഈ മണപ്പുറത്ത് വെച്ചാണെന്നാണ് പ്രധാന വിശ്വാസം. കൂടാതെ പരശുരാമൻ കേരളം വീണ്ടെടുത്ത ശേഷം സ്ഥാപിച്ച 108 ക്ഷേത്രങ്ങളിലൊന്നായി ഇവിടം കണക്കാക്കപ്പെടുന്നു. സാധാരണ ക്ഷേത്രങ്ങളെ പോലെ കൂറ്റൻ ശ്രീകോവിലോ മതിൽ കെട്ടുകളോ ഇല്ലാതെ പെരിയാറിന്റെ മണൽത്തട്ടിൽ തുറസായി സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ ശിവലിംഗം മഴക്കാലത്ത് പൂർണ്ണമായി മുങ്ങിപ്പോകുന്നത് പ്രകൃതിയുടെ അനുഗ്രഹമായി ഭക്തർ ദർശിക്കുന്നു. വാവിന് തലേന്ന് ഒരിക്കൽ നോറ്റ് വാവ് ദിവസം പുലർച്ചെ പെരിയാറിൽ കുളിച്ച് ഈറനോടെ ശാന്തിക്കാരുടെ കാർമ്മികത്വത്തിൽ ദർഭപ്പുല്ല്, കറുക, എള്ള്, പൂവ്, തർപ്പണജലം, ഉണക്കലരി എന്നിവ ഉപയോഗിച്ച് പിണ്ടം സമർപ്പിച്ച് നദിയിൽ ഒഴുക്കുന്നതാണ് ബലിതർപ്പണ രീതി. സൂര്യൻ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് കടക്കുന്ന കാലഘട്ടമാണിത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ദക്ഷിണായനം എന്നാൽ പിതൃക്കളുടെ രാവുകളാണ്. കർക്കടക മാസത്തിലെ കറുത്തവാവ് ദിനത്തിൽ പിതൃക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും തങ്ങളുടെ തലമുറ നൽകുന്ന തർപ്പണം സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണമെന്നുമാണ് വിശ്വാസം. ബലിതർപ്പണ ചടങ്ങുകൾക്കായി ആലുവ മഹാദേവ ക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ്.